അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള പേപ്പർ സോപ്പിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എടുത്തതാണ്. ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ആ ഒരു പേപ്പർ സോപ്പ് തയ്യാറാക്കിയതൊന്നും. എന്നാൽ നമുക്കിത് പേപ്പറിൽ സോപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു A4 പേപ്പറിലേക്ക് ഇതുപോലെ ഞാൻ സോപ്പ് നന്നായിട്ടൊന്ന് ഒരതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു A4ൻ്റെ രണ്ട് പുറവും ഞാൻ ഇതുപോലെ തന്നെ സോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ഹാൻഡ് വാഷ് വെച്ച് ചെയ്തപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സോപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പറും ഹാൻഡ് വാഷും വെച്ചിട്ട് പേപ്പർ സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ടിഷ്യൂ പേപ്പറും സോപ്പും വെച്ചിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് സെയിം മെത്തേഡ് തന്നെ ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് സോപ്പ് ഒരതി കൊടുക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് അതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടാൽ പോരല്ലോ, ഫേക്ക് ആണോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കൈയൊന്ന് നനച്ച ശേഷം ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ സോപ്പ് ഇതാ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. നല്ല വർക്കാണുണ്ട്, പതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളതും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ബോത്ത് ആർ വർക്കിംഗ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.